നമസ്കാരം. നമസ്കാരം. അതായത് ശബരിമല വിവാദം ഓരോ ദിവസവും കത്തി കത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിൽ പോയിക്കൊണ്ട് പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഹൈക്കോടതി സർക്കാരിൻ്റെയും എൻ ഐ എയുടെയും ഇടപെടലുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ താക്കീതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാകട്ടെ ഉണ്ണീഷൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. മാത്രമല്ല ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ മിനിഞ്ഞാന്ന് ഹൈക്കോടതി പറഞ്ഞ വളരെ ഗൗരവമായ ഒരു സംഭവമുണ്ട്. അതായത് ശങ്കർ ദാസിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? പോലീസ് ഓഫീസറുടെ മകനായതുകൊണ്ടാണോ? എറണാകുളം DIG ഇവിടുത്തെ എറണാകുളം കമ്മീഷണറായ DIG പ്രേംശങ്കറിൻ്റെ പിതാവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതും അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയതും ഈ പോലീസ് ആയതുകൊണ്ടുള്ള തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബദ്രീൻ ജസ്റ്റിസ് വളരെ കത്തിക്കയറുകയുണ്ടായി. ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മൾ പല പ്രമുഖരായ ആളുകളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ ഇപ്പോഴത്തെ വാസവൻ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത്, ഇതുപോലുള്ള നിരവധി ആളുകളിലും പിന്നെ നമ്മുടെ കാരണഭൂതൻ അവസാനം വെച്ചാൽ മതി, എല്ലാം കൂടെ അവസാനം പിടിക്കാം. ഇത്തരം ആളുകളൊന്നും എല്ലാ തെളിവുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അട്ടിമറിക്കുന്നതിൻ്റെ ഒരു സ്വഭാവത്തിനിടയിൽ തന്ത്രി രാജീവ് കണ്ഠരൻ തന്ത്രി അദ്ദേഹം അതിനകത്ത് അദ്ദേഹം ഹൈക്കോടതിയുള്ള വിധിയിൽ പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ്. ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശവും ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം അദ്ദേഹം താന്ത്രിക വിദ്യയിൽ പ്രത്യേകിച്ച് പൂജാകർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നതാണ്. അതായത് ദേവനുമായിട്ട് നേരിട്ട് സംവദിച്ച് എന്താണോ മറുപടി കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം. അത്തരം കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം അതേസമയത്ത് അഡ്മിനിസ്ട്രേഷൻ രംഗം ദേവസ്വം ബോർഡാണ് ചെയ്യുന്നതിരിക്കെ ഇതുവരെ തന്ത്രിക്കെതിരെ യാതൊരു തരത്തിലും തെളിവില്ല. മൗനാനുവാദം നൽകി എന്ന് പറഞ്ഞിട്ടാണ്, മൗനാനുവാദം ഉണ്ടാക്കി ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വീണ്ടും രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തെ പ്രതിയാക്കാൻ പോവുകയാണ്. ആദ്യത്തെ കേസിൽ പ്രതിയാക്കി, രണ്ടാമത്തെ കേസിൽ പ്രതിയാക്കാൻ പോകണം. അപ്പോൾ ഈ കേസിൽ പോകുന്നത് ശരിയായ വിധത്തിലാണോ? തന്ത്രിക്കെതിരെ എടുത്ത നടപടി ശരിയാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഞാൻ ഉയർത്തുന്നത്. തന്ത്രിക്കെതിരെ എടുത്ത നടപടി ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിലുള്ള ചോദ്യം കൂടെ ലൈനോട് കിട്ടും. തന്ത്രി തെറ്റി കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടെന്നുള്ള ചോദ്യം കൂടെ കിട്ടും. ഇല്ല, ആ ചോദ്യം കൂടെ കൂട്ടത്തിൽ വരുമ്പോൾ തന്ത്രിയല്ല, ഇനി ദൈവം തമ്പുരാനാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യും ചെയ്യും. ഇവിടെ ഒക്ടോബർ 20 ഈ 2025 വന്ന ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ അവിടെ സ്വർണ്ണപ്പാളി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ആൾ കണ്ഠരൻ രാജീവരാണ്. അതിൻ്റെ അർത്ഥം സ്വർണ്ണം പൂശിയില്ല, അദ്ദേഹത്തിന് അറിയാം. മല്ലയ്യ വന്ന് പണിയുക അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് പറയുന്നത് നമ്മളല്ല പറയുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നേരത്തെ PSC ചെയർമാനും അല്ലെങ്കിൽ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലും നല്ല പാണ്ഡിത്യമുള്ള ഡോക്ടർ KS BJP നേതാവ് കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നിയമസഭയിലേക്കും ലോകസഭയിൽ ആലപ്പുഴയിലും മത്സരിച്ച നല്ല വോട്ട് പിടിച്ച ആളാണ്. 2 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു ആലപ്പുഴ തന്നെ. അപ്പോൾ ആ മനുഷ്യൻ ഇത് പറയുകയാണ്. പിന്നെ മറ്റൊരു രാധാകൃഷ്ണന് മുമ്പ് തന്നെ ഇത് പറഞ്ഞ വേറെ ആളുണ്ട്, EN നന്ദകുമാർ. ഇതേ കാരണം തന്നെ പറഞ്ഞു. അല്ല, ഈ രാധാകൃഷ്ണൻ KS രാധാകൃഷ്ണൻ എപ്പോഴാണ് പറഞ്ഞത്? അങ്ങനെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എന്താണ് കയ്യിലുണ്ടോ? കയ്യിലില്ല. പത്രം അതൊന്ന് വായിക്കൂ നേരം. ഞാൻ അതിന് കാരണമുണ്ട്, ഞാൻ വായിക്കാൻ പറയുന്നത് 2 പാരഗ്രാഫുണ്ട്. തന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതി അസർട്ടീവായിട്ടാണ് പറയുന്നത്, യാതൊരു സംശയവും കൂടാതെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരെ പ്രസ്താവനയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ. മറ്റ് യോഗ്യതയല്ല, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ. തന്ത്രി അത്ര നിഷ്കളങ്കനല്ലെന്നും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതിയാണെന്നും രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെട്ടു. തന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് BJPയിൽ ഒരു വിഭാഗം നിലപാടെടുക്കുന്ന സാഹചര്യം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വിഭാഗം രസകരമാണത് സാഹചര്യത്തിലാണ് രാധാകൃഷ്ണൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. തന്ത്രിക്ക് അനുകൂലമായി ഒരു വിഭാഗം ഇറങ്ങിക്കഴിഞ്ഞു. രാധാകൃഷ്ണനെ പോലെ, നന്ദകുമാറിനെ പോലെ, EN നന്ദകുമാറാണ് കുറേ പേര് തന്ത്രിക്കെതിരായി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവർക്കതിൻ്റെ തന്ത്രിയെ സംരക്ഷിക്കാൻ ഭക്തജന സംഘം ഇറങ്ങിക്കഴിഞ്ഞു. തന്ത്രി നിഷ്കളങ്കനാണെന്നാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല. സർക്കാർ പക തീർക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും അവരുടെ ന്യായീകരണം. ഈ ന്യായീകരണം പറഞ്ഞവരാണ് സന്ദീപ് വാചസ്പതി പോലുള്ളവർ. 2025 ഒക്ടോബർ 10 ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ വ്യാജ മഹസർ എഴുതിയുണ്ടാക്കിയവരുടെ പട്ടികയിൽ ആദ്യ പേരുകാരനാണ് കണ്ഠരൻ രാജീവർ. പിന്നെ വീണ്ടും
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കൊടുത്ത ഈ വ്യാജരേഖയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുതകളാണെന്ന് അറിയാവുന്ന ആളാണ് തന്ത്രി. മല്ലയ്യ 38 കിലോഗ്രാം തങ്കം കൊണ്ടുവന്ന് സ്വർണം പൊതിയുമ്പോൾ കണ്ഠര് രാജീവ് തന്ത്രിയായിരുന്നു. ഇക്കാര്യം മറച്ചുവെച്ചാണ് തന്ത്രി വ്യാജരേഖ ഉണ്ടാക്കാൻ കൂട്ടുനിന്നത് എന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ നടന്ന ആചാരലംഘനം മറച്ചുവെക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത തന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തന്ത്രി കണ്ഠര് രാജീവ് കുറ്റക്കാരനാണെന്ന് വിശദീകരിച്ച് നേരത്തെ RSSൻ്റെ പ്രസിദ്ധീകരണ ചുമതലയുള്ള EN നന്ദകുമാറും പ്രസ്താവന ഇറക്കിയിരുന്നു. അത് തന്ത്രി കുറ്റക്കാരനാണെന്ന് നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവമായി കാണേണ്ടത്, അദ്ദേഹം സ്റ്റേറ്റ് BJPയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. രാമായണമൊക്കെ കാണാതെ അപ്പോൾ അങ്ങനെ ഒരാള് പറയുമ്പോൾ അത് ആർക്കെതിരെയാണെന്ന് അറിയാമോ? സന്ദീപ് വചസ്പതിക്കെതിരെയാണ്. ഈ സന്ദീപ് വചസ്പതി തന്ത്രിയുടെ വീട്ടിൽ പിറ്റേ ദിവസം ചെല്ലുകയും അവിടെ നിന്ന് പല സാധനങ്ങളും കടത്തിക്കൊണ്ടുപോയതായിട്ട് വലിയ ആരോപണങ്ങൾ പുറത്തു വരികയുണ്ടായി. അതായത് SIT വരുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ അവിടെ വീട്ടിൽ ചെല്ലുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും അവിടുത്തെ BJPയുടെ സഹായത്തോടെ അവിടെ കയറി കൊണ്ടുപോയി എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശരിവെക്കുകയാണ് ആര്? നമ്മളാരും പറഞ്ഞതല്ല. KS രാധാകൃഷ്ണൻ സന്ദീപ് വചസ്പതിക്കെതിരെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. BJPയുടെ നേതാവായ വൈസ് പ്രസിഡന്റായ KS രാധാകൃഷ്ണൻ അടിച്ചിരിക്കുന്നത് BJP നേതാവായ സന്ദീപ് വചസ്പതിയാണ്. അപ്പോൾ സന്ദീപ് വചസ്പതിയെയും കൂടി ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. അദ്ദേഹം അവിടെ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ആര്? തന്ത്രി. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു നിലപാടാണ് ആ കാര്യത്തിലുള്ളത്. അത് മാറ്റിവെക്കാം, അല്ല അതാവട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ല. പക്ഷേ KS രാധാകൃഷ്ണനെ പോലെ ഒരാൾ ഇത്രയും ഗൗരവമായിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ, അല്ല ഓൺ റെക്കോർഡ് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ആ വീട്ടിൽ പോയ സന്ദീപ് വചസ്പതി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം അവിടുന്ന് എന്ത് കടത്തി, പലരും പറഞ്ഞു അവിടുന്ന് എന്തൊക്കെയോ കെട്ടുകണക്കിന് സാധനങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി പറയുന്നുണ്ട്, പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ കേട്ടുകളി വീണ് ഞാൻ അദ്ദേഹം പോണോ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അവിടെ എന്താണ് അവർ കൊണ്ടുപോയത്, എന്താണ് വില പിടിച്ച എന്ത് രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും അതിൽ അന്വേഷണം വേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അത് BJPയുടെ സമുന്നതനായ നേതാവായ KS രാധാകൃഷ്ണൻ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള KS രാധാകൃഷ്ണൻ വളരെ ശക്തമായി, കഴിഞ്ഞ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായുള്ള KS രാധാകൃഷ്ണൻ വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയാണ് സന്ദീപ് വചസ്പതിക്കെതിരേതായിട്ടുള്ളത്. ശരിക്കും സന്ദീപ് വചസ്പതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് സസ്പെൻഷനിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക സ്ഥാനത്തു നിന്നൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഔദ്യോഗിക വ്യക്താവ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ KS രാധാകൃഷ്ണൻ പ്രസ്ഥാനം പുറപ്പെടുവിച്ചുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കള്ളനാണെന്ന് സന്ദീപ് ഈ തന്ത്രിയെക്കുറിച്ച് ഇദ്ദേഹം പറയുമ്പോൾ അവിടെ എന്തിന് സന്ദീപ് വചസ്പതി പോയി? സന്ദീപ് വചസ്പതി പോയതിനൊക്കെ 2-3 ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രശ്നങ്ങളിൽ മൊത്തം ശബരിമലയിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം BJPയുടെ മെഷീനറി പത്തനംതിട്ടയിലും ആലപ്പുഴയിലും സൈലൻ്റാണ്. മിനിമം ഒരു ഘോഷയാത്ര പോലും നടത്താൻ, ഘോഷയാത്ര പോലും നടത്താൻ ഇവർ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? BJP മൗനം പാലിച്ചതിൻ്റെ പിന്നിൽ സന്ദീപ് വചസ്പതി ഉൾപ്പെടെയുള്ള ടോപ്പ് ബ്രാസിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്, പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, മേഖലാ പ്രസിഡന്റ് പേര് ഞാൻ പറയുന്നില്ല, ഇപ്പം അവിടെ പള്ളിക്കത്തോട് ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളില് അവിടെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നാൽ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ജയറാമും പത്മകുമാറും പ്രസിഡന്റ് പത്മകുമാറും അന്ന് ഈ BJP പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആണ് നേതൃത്വം നൽകിയത്. ആ BJP പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരമാണ് അവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ, അദ്ദേഹം അറസ്റ്റിലാവുന്നുള്ള ശരിക്കായി അന്വേഷണം പോയി കഴിഞ്ഞാൽ ജയറാമും ഈ പ്രസിഡന്റും മേഖലാ പ്രസിഡന്റ് അറസ്റ്റിലാവും എന്നുള്ള വിവരമാണ് പുറത്തു. പിന്നെ വേറൊരു കാര്യം കൂടി, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഒരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്, ട്രസ്റ്റ് പ്രസിഡന്റാണ്. ആ അമ്പലത്തിൽ നിന്ന് എന്ത് കളവ് പോയിട്ടുണ്ട്? താഴീക്കുടം റൈസ് പുള്ളർ അല്ല റാൻഡം പവറുള്ള ഇറിഡിയം പവറുള്ള താഴീക്കുടം മോഷണം പോയിട്ടുണ്ട്. അതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. അവർ കൊടുത്ത മൊഴിയിൽ ഈ പ്രസിഡന്റ് ഉണ്ട്. അല്ല, ഈ മൊഴി കൊടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ പള്ളിക്കത്തോടിൻ്റെ കാര്യം ജനങ്ങളെ മനസ്സിലായി കഴിഞ്ഞാൽ നേരെ തിരികെ പള്ളിക്കത്തോട് BJP ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ തദ്ദേശ കോൺഗ്രസ് തിരിച്ചു പിടിച്ചത്.
BJPക്ക് നിലനിർത്താൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ പഴയ പഴഞ്ചൊല്ലാണേലും കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞാലും കളിയാക്കി പറയണ്ട, എമ്പ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇവിടെ ശബരിമലയിലെ എമ്പ്രാൻ എന്ന് പറയുന്ന തന്ത്രിയ, ബാക്കി ഈ തന്ത്രിയെ ഇവരെല്ലാവരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചു. അവിടെ BJPക്കാരും കാര്യമായി സർക്കാർ കോടതിയിൽ കൈയിട്ടിട്ടുണ്ട്, നക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഏതാ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും KS രാധാകൃഷ്ണന്റെ പ്രസ്താവനയെ തുടർന്ന് അദ്ദേഹത്തിന്റെ കൃത്യമായുള്ള ഔദ്യോഗിക പോസ്റ്റാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വചസ്പതിക്കെതിരെയും അതേപോലെ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ മേഖലാ പ്രസിഡന്റിനെയും അതല്ല ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഓക്കെ.